ഒളിമ്പിക്സ് കഴിഞ്ഞാൽ പിന്നെ ലോകത്തെ ഏറ്റവും കൂടുതൽ കാഴ്ചക്കാരുള്ള സ്പോർട്സ് മാമാങ്കം ഏതാണ്? സംശയം എന്താ? ഫുട്ബോൾ തന്നെ. സത്യം പറഞ്ഞാൽ ഫുട്ബോൾ ലോകകപ്പിനോളം പ്രചാരം ഒളിമ്പിക്സിന് പോലും ഇല്ലെന്നതാണ് വാസ്തവം. ഫുട്ബോൾ ലോകകപ്പ് ട്രോഫിയുടെ ചരിത്രം ഒന്ന് വേഗത്തിൽ നോക്കാം. 1930 മുതൽ 1970 വരെ ലോക ജേതാക്കൾക്ക് ഫിഫ നൽകിയിരുന്നത് ഫ്രഞ്ച് ശില്പിയായ ആബേൽ ലാഫ്ലോർ രൂപകൽപ്പന ചെയ്ത കപ്പായിരുന്നു. വിജയം സമ്മാനിക്കുന്ന ഗ്രീക്ക് ദേവതയായ നൈക്കിന്റെ രൂപമായിരുന്നു ട്രോഫിയിൽ ആലേഖനം ചെയ്തിരുന്നത്. 3.8 കിലോ ഭാരമുള്ള സ്വർണം പൂശിയ സ്റ്റെർലിംഗ് സിൽവർ കൊണ്ടുള്ള പ്രതിമയ്ക്ക് 35 സെന്റിമീറ്റർ ഉയരമുണ്ടായിരുന്നു. ഫിഫയുടെ മൂന്നാമത്തെ പ്രസിഡന്റായിരുന്ന ഫ്രാൻസുകാരനായ യൂൾസ് റിമെറ്റിന്റെ പേരിലാണ് ആദ്യത്തെ ഫുട്ബോൾ ലോകകപ്പ് ട്രോഫി അറിയപ്പെട്ടിരുന്നത്. 1929 ആഗോളതലത്തിലൊരു ടൂർണമെന്റ് നടത്താനായി ഫിഫയിൽ വോട്ടിംഗ് നടത്തിയത് അദ്ദേഹമായിരുന്നു. തൊട്ടടുത്ത വർഷമാണ് ആദ്യത്തെ ലോകകപ്പ് നടന്നത്. 1946 റിമെറ്റിനോടുള്ള ബഹുമാനാർത്ഥമാണ് ലോകകപ്പ് ട്രോഫിക്ക് അദ്ദേഹത്തിന്റെ പേര് നൽകിയത്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ലോകകപ്പ് ട്രോഫിയുടെ സംരക്ഷണത്തെ ചൊല്ലിയും കടുത്ത ആശങ്ക ഉയർന്നിരുന്നു. 1938 ലോക ജേതാക്കൾ ഇറ്റലിയായിരുന്നു. ഇറ്റലി വേൾഡ് വാറിൽ സജീവമായിരുന്നതിനാൽ തന്നെ നാസികൾ ഈ കപ്പ് തട്ടിയെടുക്കുമോ എന്ന് പലരും ഭയന്നു. ഇറ്റലിക്കാരനായിരുന്ന അന്നത്തെ ഫിഫ വൈസ് പ്രസിഡന്റ് ഒട്ടോർണോ ബരാസി ട്രോഫി ബാങ്ക് നിലവറയിൽ നിന്ന് രഹസ്യമായി പുറത്തെടുത്ത് തന്റെ കട്ടിലിനടിയിൽ ഒളിപ്പിച്ചു വെച്ചു. 1966 ലോകകപ്പിന് 4 മാസം മാത്രം ശേഷിക്കെ ഇംഗ്ലണ്ടിലെ വെസ്റ്റ് മിൻസ്റ്റർ സെൻട്രൽ ഹാളിൽ നിന്ന് ഈ ട്രോഫി മോഷ്ടിക്കപ്പെട്ടു. അജ്ഞാതരായ മോഷ്ടാക്കൾ 15,000 പൗണ്ട് മോചനദ്രവ്യമാണ് പകരം ആവശ്യപ്പെട്ടത്. അതോടെ ഇംഗ്ലണ്ട് ഭരണകൂടം കപ്പ് കണ്ടെത്താനായി മുഴുവൻ പോലീസ് സേനയെയും ചുമതലപ്പെടുത്തി. കപ്പ് വീണ്ടെടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഫിഫ അധികൃതർ തിരക്കിട്ട് ഒരു പകർപ്പ് നിർമ്മിക്കുകയുണ്ടായി. എന്നാൽ സംഭവഫലമായ 7 ദിവസത്തിനിപ്പുറം പിക്കിൾസ് എന്ന നായ കളവ് പോയ ട്രോഫി കണ്ടെടുത്തു. സൗത്ത് ലണ്ടനിലെ സബർബൻ ഗാർഡൻ ഹെഡ്ജിൽ നിന്നും ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ പൊതിഞ്ഞ നിലയിലാണ് ട്രോഫി കണ്ടെത്തിയത്. 1970 മുതൽ ബ്രസീലിലായിരുന്നു ലോകകപ്പ് ട്രോഫി സൂക്ഷിച്ചിരുന്നത്. 1983 റിയോയിലുള്ള ബ്രസീലിയൻ ഫുട്ബോൾ കോൺഫെഡറേഷന്റെ ഓഫീസിൽ നിന്നും സ്വർണ്ണകപ്പ് വീണ്ടും മോഷണം പോയി. പിന്നീട് ഒരിക്കലും അത് കണ്ടെടുക്കാനായില്ല എന്നതാണ് ദുഃഖകരം. 1974 മുതലാണ് ഇന്ന് കാണുന്ന രൂപകൽപ്പനയിലുള്ള ലോകകപ്പ് ട്രോഫി വിജയികൾക്ക് നൽകി തുടങ്ങിയത്. 36.8 സെന്റിമീറ്റർ ഉയരമുള്ള ഗോൾഡൻ ട്രോഫിക്ക് 6.175 കിലോ ഭാരമുണ്ട്. ഭൂമിയെ കയ്യിലേന്തിയ 2 മനുഷ്യർ എന്നതാണ് ഈ ട്രോഫിയുടെ രൂപകൽപ്പനയ്ക്ക് ആധാരമായ വിഷയം. 2006 മുതൽ ഫുട്ബോൾ ലോകകപ്പ് ജേതാക്കളാകുന്ന ടീമിന് യഥാർത്ഥ ട്രോഫിയുടെ സ്വർണം പൂശിയ വെങ്കല പകർപ്പ് മാത്രമാണ് സംഘാടകരായ ഫിഫ കൈമാറി വരുന്നത്. ഫൈനലിന് ശേഷം നടക്കുന്ന സമ്മാനദാന ചടങ്ങിൽ കുറച്ചു നേരം മാത്രമാണ് ഒറിജിനൽ ട്രോഫി ചാമ്പ്യന്മാർക്ക് കൈവശം വയ്ക്കാനാകുക.